ഇന്ന് കേരളത്തിൽ നിന്ന് BVS പഠിക്കാനാണ്, അതായത് വെറ്റനറി ഡോക്ടർ ആവുക എന്ന ആഗ്രഹമായി നോർത്ത് ഇന്ത്യയിലോട്ട് പഠിക്കാനായിട്ട് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ വളരെ കൂടി വരികയാണ്. നമ്മൾ ഓൾ ഓവർ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഏകദേശം 20ഓളം കോളേജുകളിലാണ് പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് ഇന്ന് വെറ്റനറി അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് സൗത്ത് ഇന്ത്യയിൽ കോളേജസ് ഒന്നും തന്നെ അവൈലബിൾ ആയിട്ടില്ല. നമ്മൾ ഏറ്റവും നിയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ആന്ധ്ര ഒറീസ ബോർഡറിലായിട്ട് നമുക്കൊരു കോളേജ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ മേജർലി രാജസ്ഥാൻ, ഹരിയാന ഈ ഒരു 2 സ്റ്റേറ്റിലാണ് മേജറായിട്ട് നമ്പർ ഓഫ് കോളേജസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ പ്രൈവറ്റ് സെക്ടറിൽ ഏകദേശം 11ഓളം കോളേജാണ് നമുക്ക് രാജസ്ഥാനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ റീസെന്റ് ആയിട്ട് ലാസ്റ്റ് ഇയർ ഒരു 3 കോളേജുകൾ ഓപ്പൺ ആയി. ആ ഒരു 3 കോളേജുകളിലൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം 11ഓളം കോളേജുകൾ നമുക്ക് എന്തുണ്ട് രാജസ്ഥാനിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതേ കാര്യം നമ്മൾ ഹരിയാനയിലോട്ട് വരികയാണെങ്കിൽ ഹരിയാനയിൽ നമുക്ക് ടോട്ടൽ ആയിട്ടുള്ളത് 5 കോളേജുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് കൂടാണ്ട് പഞ്ചാബിലും ദെൻ നമുക്ക് ഹിമാചൽ പ്രദേശ് ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളെല്ലാം കൂടെ ചേർക്കുമ്പോൾ ഏകദേശം 20ഓളം വെറ്റനറി കോളേജുകളാണ് നമുക്ക് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ VCAയുടെ അപ്രൂവലുള്ള ഈ ഒരു 20ഓളം കോളേജുകൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച കോളേജുകളുള്ള സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്, അത് കൂടാണ്ട് അവിടെ എങ്ങനെയാണ് സ്റ്റുഡൻസിന്റെ ക്ലാസ്സസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ളൊരു കാര്യം മേജർലി നമ്മൾ അറിയേണ്ടതുണ്ട്. കാര്യം നല്ല കോളേജുകളിൽ പഠിച്ചാൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവാനായിട്ട് പോകുന്നുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ മേജറിൽ നോക്കാനായിട്ട് പോകുന്നത് ഹരിയാനയിലുള്ള മികച്ച കോളേജുകൾ ഏതൊക്കെയാണ്, അവിടുത്തെ ഒരു റിസൾട്ടിന്റെ പാറ്റേൺ എങ്ങനെയാണ്, ദെൻ സ്റ്റുഡൻസിന് കിട്ടുന്ന ക്ലിനിക്കൽ എക്സ്പ്ലോഷേഴ്സ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മേജറിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇത് നോക്കുന്നതിന് മുമ്പായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ഇന്ന് പഠിക്കുന്ന ഒരു സ്റ്റേറ്റ് രാജസ്ഥാൻ തന്നെയാണ്. കാര്യം ഏകദേശം 11ഓളം കോളേജുകൾ രാജസ്ഥാനിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ 2025 അഡ്മിഷൻ എടുത്തിട്ട് 2025 അവരുടെ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു റിസൾട്ടിന്റെ ഡീറ്റെയിൽസ് ആണ് എന്ത് ചെയ്തേക്കുന്നത്, രാജസ്ഥാൻ യൂണിവേഴ്സിറ്റി ഓഫ് വെറ്റനറി സയൻസ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. സോ രാജസ്ഥാൻ യൂണിവേഴ്സിറ്റി ഓഫ് വെറ്റനറി സയൻസ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനിൽ കഴിഞ്ഞ വർഷം ഏകദേശം 100ഓളം വിദ്യാർത്ഥികളാണ് കമ്പാർട്ട്മെന്റ് ലിസ്റ്റിൽ വന്നേക്കുന്നത്. അതായത് എന്താണ്, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എങ്കിലും പാസ്സായിട്ടുള്ള ആൾക്കാരുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 100ഓളം വിദ്യാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്, രാജസ്ഥാനിൽ ഫെയിൽ ആയിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് 100ഓളം വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഏകദേശം 10ൽ 1 വിദ്യാർത്ഥി എന്ത് ചെയ്തിട്ടുണ്ട്, രാജസ്ഥാനിൽ ഫെയിൽ ആണ് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, കമ്പാർട്ട്മെന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മേ ബി ഒരു വിഷയം പോയ ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു സെയിം ടൈമിൽ തന്നെ അതൊന്ന് എഴുതിയെടുത്തതിന് ശേഷം ആൾക്ക് സെം ബാക്ക് ഇല്ലാണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂ ആവാൻ പറ്റും. പക്ഷേ ഏകദേശം 10ൽ 1 വിദ്യാർത്ഥിയുടെ ഫെയിൽ ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതേ കാര്യം നമുക്ക് ഹരിയാനയിലൂടെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയാനയിൽ കഴിഞ്ഞ വർഷത്തെ റിസൾട്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇയറിൽ മികച്ച റിസൾട്ട് നേടിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഹരിയാന എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഹരിയാനയിൽ ടോട്ടലായിട്ടുള്ള കോളേജുകൾ നമ്മളിപ്പോൾ 5 കോളേജസ് ഉണ്ട്. 5 കോളേജസിൽ ഞാൻ ഇതിനകത്ത് ഭൂമിക എന്ന് പറയുന്ന ഒരു കോളേജിനെ ഉൾപ്പെടുത്തുന്നില്ല. കാര്യം നമുക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് വളരെ കുറച്ച് സ്റ്റുഡന്റ് മാത്രം പഠിക്കുന്ന ഒരു കോളേജാണ് ഭൂമിക എന്ന് പറയുന്നത്. യാതൊരു തരത്തിലുള്ള ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ചൂസ് ചെയ്യുന്നില്ല. വളരെ ബഡ്ജറ്റീവ് ആണ് എന്നതുകൊണ്ട് മാത്രമാണ് ആ ഒരു കോളേജ് പലരും ചൂസ് ചെയ്യുന്നത്. അതായത് ജസ്റ്റ് എനിക്ക് ഒരു ഡിഗ്രി മാത്രം മതി, ബഡ്ജറ്റീവായിട്ട് പഠിക്കണം എന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ് ആ ഒരു കോളേജ് ചൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് എന്താണ് ക്വാളിറ്റിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥികളും എന്ത് ചെയ്യുന്നില്ല, ആ ഒരു കോളേജ് ചൂസ് ചെയ്യാറില്ല. ഇതേ കാര്യം നമ്മൾ എന്ത് ചെയ്ത് ഹരിയാനയുടെ കേസിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് അവിടെ മേജറിൽ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ IIVR ആണ്, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെറ്റനറി, തന്നെ MR വെറ്റനറി കോളേജ്, RPS വെറ്റനറി കോളേജ്, ദെൻ സംസ്കാരം എന്ന് പറയുന്ന കോളേജ്. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്ന കോളേജ് റീസെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഓൺ യൂണിവേഴ്സിറ്റി ആയി മാറിക്കഴിഞ്ഞു. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ 2 ടൈപ്പിലാണ് വെറ്റനറി കോളേജസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന വെറ്റനറി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കോളേജുകളും അതുകൂടാണ്ട് സ്വന്തമായിട്ടുള്ള അവരുടെ ഓൺ യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളോ DMD യൂണിവേഴ്സിറ്റികളുടെ അണ്ടറിൽ വരുന്ന വെറ്റനറി കോളേജുകൾ. അപ്പോൾ ഇത് ഏതായാലും വെറ്റനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം സ്റ്റുഡന്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, വേറെ എക്സാമിനേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ടും സാധിക്കുകയും ചെയ്യും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്താണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെറ്റനറി എടുക്കുകയാണെങ്കിൽ ടോട്ടൽ സബ്ജക്റ്റുകളും ഫെയിൽ ആയി, അതായത് 3 സബ്ജക്റ്റും ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്താണ് സെം ബാക്ക് കിട്ടും. അതാണ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ ശേഷം 2 അല്ലെങ്കിൽ 1 സബ്ജക്റ്റാണ് ഫെയിൽ ആവുണ്ടെങ്കിൽ അവർക്ക് കമ്പാർട്ട്മെന്റ് എക്സാം കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, തിരിച്ച് അവർക്ക് പിന്നെ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റുകളും ഫെയിൽ ആയ 6 സ്റ്റുഡൻ്റ് ആണ് കഴിഞ്ഞ വർഷം അവിടെ ഉള്ളത്. ദെൻ എന്താണ്, പിന്നെ ഒരു സബ്ജക്റ്റും 2 സബ്ജക്റ്റും വെച്ച് ഫെയിൽ ആയിരിക്കുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം എടുക്കുകയാണെങ്കിൽ നമുക്ക് 3 വിദ്യാർത്ഥികൾ വെച്ചിട്ട് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഈ ഒരു പറയുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെറ്റനറി എന്ന് പറയുന്ന കോളേജ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു കോളേജ് വരുന്നത്. നമ്മൾ ഡൽഹി എയർപോർട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം എന്താണ് ഒരു 85 കിലോമീറ്റേഴ്സ് ആണുള്ളത്. ഏകദേശം ഒരു 2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ബൈ റോഡ് ട്രാവൽ ചെയ്തെത്താൻ പറ്റുന്ന രീതിയിലാണുള്ളത്. മാക്സിമം 1.5 ട്രാഫിക് ടൈം ഒക്കെ ആണെങ്കിൽ 2.5 മണിക്കൂർ ഇല്ലെങ്കിൽ മാക്സിമം ഒരു 1.5 മുതൽ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കോളേജ് ഉള്ളത്. സോ ഈ ഒരു കോളേജ് വരുന്നത് നമ്മുടെ ഹിസാർ ഹൈവേയിലായിട്ടാണ് ഈ ഒരു കോളേജ് ഉള്ളത്. അപ്പോൾ ഔട്ടറിലൊന്നും നല്ല കോളേജ് ഉള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജ് കൂടിയാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെറ്റനറി എന്ന് പറയുന്നത്. ഇനി നമ്മൾ MR കോളേജിന്റെ കാര്യത്തിലൂടെ വരും. MR കോളേജ് ഇരിക്കുന്നതെന്ന് പറയുന്നത് ജജ്ജർ എന്ന സ്ഥലത്താണ്. ജജ്ജർ ടൗണിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്,
ഏകദേശം ഒരു 6 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു കോളേജ് വരുന്നത്. ഓക്കെ, സോ ജഡ്ജറിൽ ഉള്ള MR കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലാസ്റ്റ് ഇയറിന്റെ ടോട്ടൽ സബ്ജക്റ്റുകൾ ഫെയിൽ ആയിട്ടുള്ള സ്റ്റുഡന്റ് പോയി കഴിഞ്ഞാൽ ആകെ ഒരു സ്റ്റുഡന്റ് മാത്രമാണ് എന്തുള്ളത് എല്ലാ സബ്ജക്റ്റും ഫെയിൽ ആയിട്ടുള്ളത്. 2 സബ്ജക്ട് ഫെയിൽ ആയിരിക്കുന്ന 2 പേരുണ്ട്, അതുകൂടാണ്ട് ഒരു സബ്ജക്ട് ഫെയിൽ ആയിരിക്കുന്ന 3 പേരാണുള്ളത്. ഓക്കെ, സോ കമ്പാർട്ട്മെന്റ് എക്സാം എഴുതുന്ന 5 പേരും അല്ലാണ്ട് ഫെയിൽ ആയിരിക്കുന്ന ഒരു സ്റ്റുഡന്റുമാണുള്ളത്. ഇവിടെ കമ്പാർട്ട്മെന്റ് എഴുതുന്ന 6 പേരും ഫെയിൽ ആയിരിക്കുന്ന 6 പേരുമാണുള്ളത്. ഓക്കെ, സോ നമ്മുടെ MR കോളേജിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 75 കിലോമീറ്റേഴ്സ് ആണുള്ളത്. ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് നമുക്ക് റീച്ച് ആവാൻ പറ്റുന്ന രീതിയിലാണ് എന്തുള്ളത് നമ്മുടെ കോളേജിൽ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് റീച്ച് ആവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, ഇത് നമ്മൾ RPS എന്ന് പറയുന്ന കോളേജിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറയുന്നത് ടോട്ടൽ സബ്ജക്ട് ഫെയിൽ ആയിരിക്കുന്ന ഏകദേശം 3 പേരുണ്ട്, 2 സബ്ജക്ട് വെച്ച് ഫെയിൽ ആയിരിക്കുന്ന 5 പേരുണ്ട്, ഒരു സബ്ജക്ട് വെച്ച് ഫെയിൽ ആയിരിക്കുന്ന 10 പേരുണ്ട്. അപ്പോൾ ഈ RPS എന്ന് പറയുന്ന ഒരു കോളേജ് ഇരിക്കുന്നതെന്ന് പറയുന്നത് മഹീന്ദ്രഗഡ് ഗ്രാഹം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതായത് നമ്മൾ ഡൽഹിയിൽ നിന്ന് ബൈ റോഡ് ആക്സസ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡൽഹിയിൽ നിന്ന് നമ്മൾ രാജസ്ഥാൻ പോകുന്ന വഴിക്കാണ് ഈ ഒരു കോളേജ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ബൈ ട്രെയിൻ പോകുകയാണെങ്കിൽ ഏകദേശം 2.5 മുതൽ 3 മണിക്കൂർ വരെയാണ് നമുക്ക് ടൈം വരുന്നത്. നമുക്ക് സരായ് രോഗിലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ആണ് അവിടെ നിന്ന് നമുക്ക് ട്രെയിൻ അവൈലബിൾ ആയിട്ടുള്ള. അവിടെ 2.5 മുതൽ 3 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മഹീന്ദ്രഗ്രാസ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്താം. അവിടെ നിന്ന് ഏകദേശം റെയിൽവേ സ്റ്റേഷനിൽ ഒരു 12 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു കോളേജ് വരുന്നത്. നമ്മൾ ടോട്ടൽ ആയിട്ടുള്ള റിസൾട്ട് നോക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഹരിയാനയിൽ ഏറ്റവും മോശം റിസൾട്ട് ഉള്ള ഒരു കോളേജാണ് RPS വെറ്റനറി കോളേജ് എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ ഒരു ടോട്ടൽ റിസൾട്ട് നോക്കുന്നത് പറഞ്ഞാൽ ഫെയിൽഡ് സ്റ്റുഡൻസിന് ഏകദേശം 18ഓളം സ്റ്റുഡൻസ് ആണ് ടോട്ടൽ ഫെയിൽഡ് സ്റ്റുഡൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതേ കാര്യം നമ്മൾ സംസ്കാരം വെറ്റനറി കോളേജിലോട്ട് വരികയാണെങ്കിൽ സംസ്കാരം വെറ്റനറി കോളേജിൽ ടോട്ടൽ സബ്ജക്ട് ഫെയിൽ ആയിട്ടുള്ള 2 സ്റ്റുഡന്റ് മാത്രമാണുള്ളത്. 2 സബ്ജക്ട് ഫെയിൽ ആയിരിക്കുന്ന ഒരു സ്റ്റുഡന്റും 1 സബ്ജക്ട് ഫെയിൽ ആയിരിക്കുന്ന 3 സ്റ്റുഡന്റുമാണ് അവിടെയുള്ളത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇത് ടോട്ടലായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വളരെ നല്ല റിസൾട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ MR വെറ്റനറി കോളേജ് സംസ്കാരം, അത് കൂടാണ്ട് നമ്മൾ ഐവർ ഇവരുടെയൊക്കെ റിസൾട്ട് വളരെ നല്ല റിസൾട്ട് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ ഭൂമിക പോലുള്ള കോളേജുകൾ എന്ന് പറഞ്ഞാൽ റിസൾട്ട് വളരെ മോശമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ലിസ്റ്റിൽ പോലും ഉൾപ്പെടുത്തുന്നത്. കാര്യം അത്തരം കോളേജുകളിൽ പോയി നിങ്ങൾ പഠിച്ചത് കൊണ്ടൊന്നുമില്ല, യാതൊരു തരത്തിലുള്ള യൂസും നമുക്ക് വരുന്നില്ല. ഓക്കെ, ഇനി നമ്മുടെ ഈ സംസ്കാരം എന്ന് പറയുന്ന കോളേജ് വരുന്നത് ജുൻജുനു എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് വളരെ നിയറസ്റ്റ് ആണ്. നമുക്കിപ്പം അവിടെയുള്ള എല്ലാ കോളേജുകളും എടുക്കുകയാണെങ്കിൽ ഡൽഹി NCR വളരെ നിയറസ്റ്റ് ആയിട്ടിരിക്കുന്ന കോളേജ് എന്ന് പറഞ്ഞാൽ സംസ്കാരമാണ്. സംസ്കാരത്തിൽ നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എസ്പെഷ്യലി നമുക്ക് രാജസ്ഥാൻ ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിൽ അവർ ഓരോ കോളേജ് വൈസ് ആയിട്ടുള്ള റിസൾട്ട് എന്ത് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാറുള്ളത്. അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ റിസൾട്ട് വന്നതിന് ശേഷം ഈ റിസൾട്ട് അവർ കോളേജുകൾക്കാണ് അയച്ചു കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ പബ്ലിക് ഡൊമൈനിൽ ഇങ്ങനെ ഒരു കാര്യം ആർക്കും കാണാനും സാധിക്കത്തില്ല, അവിടെയുള്ള മികച്ച കോളേജുകൾ ഏതാണെന്ന് അറിയാനും സാധിക്കത്തില്ല. മനസ്സിലായത്? അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിഞ്ഞ വർഷത്തെ ഓരോ റിസൾട്ടിന്റെ കോപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചുതരാം. ഇത് കഴിഞ്ഞ വർഷത്തെ ഓരോ കോളേജുകളുടെ റിസൾട്ടാണ്. മനസ്സിലായത്? അതിനകത്ത് വെരി ക്ലിയർലി പറയുന്നുണ്ട് ഏതൊക്കെ കോളേജുകളിലാണ് എത്ര സ്റ്റുഡൻസ് പാസ്സായിട്ടുള്ളത്, എത്ര സ്റ്റുഡൻസ് ഫെയിൽ ഉണ്ട്, എന്താണ് സ്റ്റാറ്റസ് എന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവിടെയുള്ള മികച്ച കോളേജുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് അഡ്മിഷൻ എടുക്കാനായിട്ടും സാധിക്കും. സോ എനിക്കും നമുക്ക് 2025 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസ് അനുസരിച്ചിട്ട് അവിടെയുള്ള ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു കോളേജ് എന്ന് പറഞ്ഞാൽ MR വെറ്റനറി കോളേജ് തന്നെ 2ാമത്തെ പൊസിഷനിലുള്ള എന്ന് പറയുന്ന സംസ്കാരം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഐവർ, അത് RPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹരിയാന എടുക്കുന്ന സമയത്ത് ഏറ്റവും ബാക്കിലാണ് നിൽക്കുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഗാർഡിങ് രാജസ്ഥാന്റെ കേസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജസ്ഥാനിലെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ 90% 10 ഒരാളെന്ന് പറയുമ്പോൾ 90% റിസൾട്ട് ഉണ്ട്, 90% റിസൾട്ട് ഓക്കെയാണ്. പക്ഷേ നമ്മൾ ഹരിയാനയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ കേരളത്തിന്റെ റിസൾട്ട് 60-70% ഉള്ളൂ. എന്നാലും ഞാൻ പറയുന്നതാണ് 90% റിസൾട്ട് നല്ലതാണ്. പക്ഷേ നമ്മൾ ഹരിയാനയുടെ കേസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 95-96% അവർക്ക് എന്തുണ്ട് റിസൾട്ട് ഉണ്ട്. ഈവൻ നമ്മളിപ്പോൾ ഈ പറയുന്ന MR വെറ്റനറി കോളേജിന്റെ കേസ് എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റുകളും ഫെയിൽ ആയിട്ടുള്ള ഒരു കുട്ടി മാത്രമാണ്, അതായത് 80-ൽ ഒരു കുട്ടിയാണ്. അപ്പോൾ ഏകദേശം 98% എന്തുണ്ട് അവർക്ക് റിസൾട്ട് ഉണ്ട്. അപ്പോൾ അത്രമാത്രം എന്തുണ്ട് മികച്ച കോളേജാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് രാജസ്ഥാനിലെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ റീച്ചബിലിറ്റി ഒരു പ്രോബ്ലം ഉള്ളതാണ്. കാര്യം ഡൽഹിയിൽ അല്ലെങ്കിൽ ജയ്പൂർ ഇറങ്ങിയിട്ട് പോകണം. ഇനി ഇല്ലാണ്ട് കേരളത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു കോളേജിന്റെ ഏറ്റവും നിയർ ആയിട്ട് ഒരു റീച്ചബിലിറ്റി ഉള്ള ഒരു കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാൻഡിയ യൂണിവേഴ്സിറ്റി മാത്രമാണ്. കാര്യം ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെ നമുക്ക് ട്രെയിൻ അവൈലബിൾ ആണ്. ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, കോളേജിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാറി ഇറങ്ങാൻ പറ്റും. പക്ഷേ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജാണ്. കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 97% മേലെ റിസൾട്ട് വന്നിരിക്കുന്ന ഒരു കോളേജാണ്. പക്ഷേ ടാൻഡിയെ സംബന്ധിച്ചിടത്തോളം ടാൻഡിയ എന്ന് പറയുന്നത് ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ സംസ്കാരവും അതുകൂടാണ്ട് സെഞ്ചുറിയനും അഭിലാഷ് യൂണിവേഴ്സിറ്റിയൊക്കെ പോലുള്ള വരുന്ന ഓൺ യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ BC അപ്രൂവ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, സോ എനിഹൗ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് വേറൊന്നും കൊണ്ടല്ല. ഇന്ന് കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, നോർത്ത് ഇന്ത്യയിലുള്ള പല കോളേജുകളും ചൂസ് ചെയ്ത് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വെറ്റനറി പഠിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ആർക്കും അറിയാത്തൊരു കാര്യമാണ് എന്ത് മാനദണ്ഡത്തിലാണ് കോളേജ് ചൂസ് ചെയ്യേണ്ടത്. പലരും പറയുന്നത് റിയലായി വരുന്നില്ല. പല വിദ്യാർത്ഥികൾ എന്നോട് പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് സാർ അറിയുന്നത് ഈ പറഞ്ഞ പോലത്തെ ഫെസിലിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല, അല്ലെങ്കിൽ അത്രയും പാസ് റേഷ്യോ ഇല്ല എന്നുള്ള കാര്യം ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ഡേറ്റാസ് ഒന്നും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ല. ഓക്കെ,
സോ എനി ഹൗ എന്ത് ചെയ്തു, നിങ്ങൾ എന്താണ് പിന്നെ ഇന്ത്യയിൽ പ്രൈവറ്റ് സെക്ടറിൽ വെറ്ററിനറി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച ഒരു കോളേജാണ് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്ലാനുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഞാനായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓരോ കോളേജുകളുടെയും റിസൾട്ടും അവർ എത്ര സ്റ്റുഡൻസ് ആണ് ലാസ്റ്റ് ഇയർ പാസ്സായിട്ടുള്ളത്, എത്രമാത്രം റിസൾട്ടിൻ്റെ പെർസെൻറ്റേജ് ഉണ്ട്, അത്തരത്തിലുള്ള കാര്യമൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ വളരെ മികച്ചൊരു കോളേജ് നമുക്ക് കണ്ടെത്താനായിട്ടും സാധിക്കും. സോ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.